അപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ കോമ്പിനേഷനായി ഒരു പനീർ നിർവാണി ഉണ്ടാക്കിയാലോ? പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ എടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കാം. അരമുറി നാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇത് പനീറിലേക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പനീർ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഫ്രൈ ആയി പനീർ ഹാർഡാവാതെ നോക്കണം. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ബട്ടർ പനീറിലെല്ലായിടവും ഒന്ന് പുരളണം. ഇനി ഒരു കുഴിവുള്ള പാത്രത്തിലേക്ക് നമുക്ക് വാഴയില വെച്ച് കൊടുക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മാങ്ങയും ഇഞ്ചിയും അരിഞ്ഞത് ഓരോ ടേബിൾ സ്പൂൺ വീതം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിനനുസരിച്ച് നമുക്കിനി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞതും ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നന്നായി തിള വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായി നുറുക്കിയതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്താൽ പനീർ നിർവാണം റെഡിയായി കഴിഞ്ഞു.